വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വെച്ചാൽ എന്താ ചെയ്യാന്നറിയോ? മധൂത്ത് ഉണ്ടാക്കാൻ പോകും. അപ്പൊ എങ്ങനെയാ മധൂത്ത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയൂലേ? കുറച്ചൊക്കെ എനിക്ക് മധൂത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. മധൂത്ത് ഉണ്ടാക്കാന്ന് വെച്ചാ ഞാൻ പറഞ്ഞു കണ്ടോളൂ. ചിക്കൻ ഇതാക്കിയിട്ടാണ്, പിന്നെ മസാല അതൊക്കെ ഇട്ട് ഇതാക്കി നല്ല ഇതൊക്കെ ആക്കി നല്ല രസത്തിലാക്കിട്ടോ മക്കളെ. എന്നിട്ട് മുളകൊക്കെ ചേർത്ത് ഉള്ളി തക്കാളി പിന്നെ മുളക് അതൊക്കെ ചേർത്തി എല്ലാം കൂടി മിക്സാക്കി ചിക്കൻ ഇട്ട് ഇതിങ്ങനെ തന്നെ തിന്നോക്കുമ്പോ നല്ല രസാട്ടോ. മമ്മൂട്ടിന്റെ അരി 3 വട്ടം കഴുകിയിട്ടുണ്ട് കേട്ടോ. 1 വട്ടം 2 വട്ടം കഴിഞ്ഞിട്ടോ 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അങ്ങനെ ഇത് മമ്മൂട്ടിന്റെ അരിയാണ്. അപ്പൊ മമ്മൂട്ട് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ മമ്മൂട്ട ആ ചിക്കൻ അഴിക്കിടാൻ പോവാണ്. എന്നിട്ട് മമ്മൂട്ടിന്റെ അരി ഇതാ എല്ലാരും വാങ്ങൂല മധുരത്തിന്റെ അരി. അതൊക്കെ നന്നായിട്ട് ഇതൊക്കെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ 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 ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 4 ഗ്ലാസ്സോ ഒഴിക്കുക. നമ്മളാണെങ്കിൽ എത്ര പ്രാവശ്യമാണ് ഇതെന്ന് അറിയില്ല, നോക്കാം. എത്ര പ്രാവശ്യമെന്ന് വെച്ചാൽ ഒരു 3 പ്രാവശ്യമൊക്കെ ആവും. 3 പ്രാവശ്യമൊക്കെ ആവും കേട്ടോ. നമ്മൾ സാധനം ഇപ്പം പ്രാവശ്യമൊക്കെ ഒഴിച്ച് ഞാനാണെങ്കിലും 3 പ്രാവശ്യമൊക്കെ ആയിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കാട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് എന്നിട്ട് എന്താ മാഗി ക്യൂബ് ഇടുക. ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ്. ഇതെന്താ സാധനം? മസാല. ഇതാണ് മസാലപ്പൊടി. ഈ മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി നല്ലപോലെ ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ടേസ്റ്റൊക്കെ അത്യാവശ്യമുണ്ട്. എന്നിട്ട് ഇച്ചിരി കൂടി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ ഇട്ട് രസം കൂടി ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്. അങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു. എന്നിട്ട് അരി ഇട്ട് കൊടുക്കാം. മങ്ങൂത്തിൻ്റെ ഇങ്ങനെ വടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. മങ്ങൂത്തിൻ്റെ അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം എങ്ങനെ ഉണ്ടാവും? അപ്പം ഇത് കഴിഞ്ഞ് എന്ത് രസം ഉണ്ടാവും. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒരു പച്ചക്ക് തിന്നാൻ പോലെ തന്നെ ടേസ്റ്റാ. ഈ മുളക് ഇങ്ങനത്തെ ഈ മുളക് കറിയില്ല, അങ്ങനെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് നേരം തീ ഇടുക. എന്നിട്ട് കുറച്ച് നേരം വെന്തിട്ട് മധുരത്തെ വെന്തോന്ന് കാണണ്ടേ? കാണിക്കട്ടെ. മധുരത്തെ എന്നത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് തിന്നണ കണ്ടതാണ്. കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു കേട്ടോ. വെള്ളം വറ്റാണ്ട് ഇത്തിരി വെള്ളം വറ്റാണ്ട് കേട്ടോ. മധുരത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് മധുരത്ത്. നമുക്ക് നല്ല ടേസ്റ്റാട്ടോ മധുരത്തൊക്കെ തിന്നുമ്പോൾ. നമുക്ക് ഒന്ന് കഷ്ണത്തൊന്ന് തിന്നോക്കലോ. ഹായ്,
നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ. എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. ഉപ്പ്, കരിവേപ്പില അതൊക്കെ ചേർത്ത് ഇതാക്കിയതായിരുന്നു. പച്ചമുളക് ഒക്കെ ചേർന്നിട്ട് എല്ലാം കൂടെ ഇനി ഒത്തിരി ഒരു 2-3-4 ഇതിടണേ, ഇത് മുളകിടണേ. അപ്പൊ ചട്നി ഇതാണ് ടൊമാറ്റോ ചട്നി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കഴിക്കാൻ പോവാണ്. അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ചിക്കൻ പീസ് പറഞ്ഞു. ഞാൻ ചിക്കൻ പീസ് അങ്ങോട്ട് വാങ്ങിച്ചു. അപ്പൊ ഇതാണ് മക്കളെ മധൂത്ത്. എന്ത് രസാണ് മധൂത്തൊക്കെ. അപ്പൊ ഇതാണ് മധൂത്ത്. മധൂത്ത് നമുക്ക് ടേസ്റ്റ് ഉണ്ടോന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഒന്ന് തിന്നോക്കിയാലോ? അങ്ങോട്ട് തിന്നോക്കാം നമുക്ക്. അതിൻ്റെ മോനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. പിന്നെ എല്ലാവരും ഒക്കെ ചെയ്യൂലേ, ലൈക്കൊക്കെ ചെയ്യണേ. ആർക്കൊന്നും ഇല്ലാലോ, എല്ലാവരും തീർച്ചയായും ചെയ്യണം.